നമസ്കാരം. പ്രധാന വാർത്തകൾ. അറ്റകുറ്റപ്പണിക്കായി കയറിയ വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണ് തൊഴിലാളിക്ക് പരിക്ക്. പുന്നപ്രയിൽ അറ്റകുറ്റപ്പണിക്കായി കയറിയ പോസ്റ്റ് മറിഞ്ഞു വീണ് തൊഴിലാളിക്ക് പരിക്ക്. അമ്പലപ്പുഴ വടക്കു പഞ്ചായത്ത് കോമന അനിരുദ്ധ ഭവനത്തിൽ സലിമോനാണ് പരിക്കേറ്റത്. 2 കാലുകൾക്കും ഗുരുതര പരിക്കേറ്റ സലിമോനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെ പുന്നപ്ര മാർക്കറ്റിന് സമീപമായിരുന്നു അപകടം. തുരുമ്പെടുത്ത പോസ്റ്റിൽ അറ്റകുറ്റപ്പണിക്കായി കയറിയതായിരുന്നു ജീവനക്കാരൻ. പോസ്റ്റിന് മുകളിലെത്തിയപ്പോൾ പോസ്റ്റ് ഒടിഞ്ഞ് നിലത്ത് വീണാണ് പരിക്കേറ്റത്. ട്രോമ കെയറിൽ ചികിത്സയിലാണ് സലിമോൻ. സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിട നിർമ്മാണത്തിലെ അഴിമതി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വിജിലൻസ് മിന്നൽ പരിശോധന. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതിയിൽ നിർമ്മിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്ന പരാതിയിൽ മിന്നൽ പരിശോധന. വിജിലൻസ് ഈസ്റ്റേൺ റേഞ്ച് കോട്ടയം ഡിവൈഎസ്പി PV മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെത്തി വെള്ളിയാഴ്ച മിന്നൽ പരിശോധന നടത്തിയത്. രാവിലെ 10ഓടെ കോളേജിലെത്തിയ സംഘം പ്രിൻസിപ്പൽ ഓഫീസിലെത്തി ഫയലുകൾ പരിശോധിച്ചു. തുടർന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെത്തി കെട്ടിടത്തിന്റെ പരിശോധനകൾ നടത്തി. വൈകിട്ട് 5ഓടെയാണ് സംഘം മടങ്ങിയത്. നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് വിവരം. വനപാലകർ സഞ്ചരിച്ച ജീപ്പ് കാട്ടാന കുത്തിമറിച്ചിട്ടു. 2 പേർക്ക് പരിക്ക്. ചാലക്കുടി അതിരപ്പള്ളി കണ്ണൻകുഴിയിൽ കാട്ടാന വനപാലകർ സഞ്ചരിച്ച ജീപ്പ് കുത്തിമറിച്ചിട്ടു. ജീപ്പിനകത്തുണ്ടായിരുന്ന 5 വനപാലകരിൽ 2 പേർക്ക് പരിക്കേറ്റു. ചാർപ്പ റേഞ്ചിലെ കണ്ണൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച ജീപ്പിന് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കായംകുളം ചേരാവള്ളി ലിയാൻ മൻസിൽ റിയാസ്, ഫോറസ്റ്റ് വാച്ചർ വെറ്റിലപ്പാറ കിഴറ്റിങ്കൽ ഷാജു എന്നിവർക്കാണ് പരിക്കേറ്റത്. നഴ്സിംഗ് വിദ്യാർത്ഥിനി ശുചിമുറിയിൽ മരിച്ച നിലയിൽ. എറണാകുളം തോപ്പുംപടി സ്വദേശിനി ആൻമരിയാണ് മരിച്ചത്. തളിപ്പറമ്പ് ലൂർദ് നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ആൻമരിയ. ഇന്ന് വൈകിട്ടാണ് സംഭവം നടന്നത്. ക്ലാസ് ഉണ്ടായിരുന്നിട്ടും ആൻമരിയ ഇന്ന് പോയിരുന്നില്ല. ഹോസ്റ്റൽ മുറിയിൽ കൂടെയുള്ള മറ്റു വിദ്യാർത്ഥിനികൾ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ആൻമരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഠന സംബന്ധമായ പ്രശ്നങ്ങൾ ആത്മഹത്യയിലേക്ക് നയിച്ചതായാണ് സൂചന. തിരുവനന്തപുരം ചിറയൻകീഴിൽ യുവാവിനെ കുത്തിക്കൊന്നു. കടയ്ക്കാവൂർ തുണ്ടത്തിൽ സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. വിഷ്ണുവിനെ ആക്രമിച്ചത് കൊടും കുറ്റവാളിയായ ഓട്ടോ ജയനെന്ന് പോലീസ് പറയുന്നു. ഇയാൾക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ചിറയൻകീഴ് പുളിമൂട്ടുകടവിന് സമീപത്തായിരുന്നു സംഭവം. കുത്തേറ്റയുടൻ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല.